അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻസിന്റെ അഡിഷൻ പറഞ്ഞു കഴിഞ്ഞില്ലേ? അഡിഷൻ വരെയാണ് നമ്മൾ എക്സാമിന് മുന്നേ പറഞ്ഞത് അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് സബ്ട്രാക്ഷൻ. വ്യത്യാസം ഒന്നും വരാനില്ല, അഡിഷൻ പോലെ തന്നെയാണ് സബ്ട്രാക്ഷൻ ചെയ്യുന്നത്. അഡിഷൻ നമ്മൾ എങ്ങനെയാ ചെയ്യാം? First we have to convert the denominators into the LCM of that denominators and convert the numerators according to that denominators, then add. അതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സബ്ട്രാക്ഷൻ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഡിനോമിനേറ്റേഴ്സിന്റെ LCM കണ്ടുപിടിക്കും, എന്നിട്ട് ആ LCM-അനുസരിച്ച് ന്യൂമറേറ്റേഴ്സിനെ കൺവേർട്ട് ചെയ്യും, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യും. സെയിം ഡിനോമിനേറ്റേഴ്സ് ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോ 4/11 മൈനസ് 2/11 ആണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല ചെയ്യാൻ. 4 മൈനസ് 2 ഡിവൈഡഡ് ബൈ 11. എന്തുകൊണ്ടാ? രണ്ടിന്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റേഴ്സ് മാത്രം സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ ആൻസർ എത്ര കിട്ടും? 2/11 കിട്ടി. ഈക്വൽ ഡിനോമിനേറ്റേഴ്സ് ആണെങ്കിൽ അതിന്റെ ന്യൂമറേറ്റേഴ്സിന്റെ ഡിഫറൻസ് കണ്ടാൽ മാത്രം മതി. ഇനി അൺഈക്വൽ ഡിനോമിനേറ്റേഴ്സ് ആണെങ്കിൽ 5/10 മൈനസ് 2/5. 5/10 മൈനസ് 2/5. ഇതിപ്പോ എങ്ങനെയാ ചെയ്യാം? നമ്മള് എങ്ങനെ ചെയ്യും? ആദ്യം എന്ത് ചെയ്യണം? രണ്ടിന്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം. സെയിം ആക്കണമെങ്കിൽ രണ്ട് ഡിനോമിനേറ്റേഴ്സിന്റെയും LCM കണ്ടുപിടിക്കണം. What is the LCM of 10 and 5? LCM of 10 and 5 is എത്ര? ആരെങ്കിലും ഒരാളെ പെട്ടെന്ന് പറഞ്ഞേ. 10ന്റെയും 5ന്റെയും LCM. ഓക്കെ, ഷോൺ 10. 10 ആണ് ഇതിന്റെ LCM. അപ്പൊ നമ്മൾ കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് 10 എഴുതി. ഇനി ആദ്യത്തെ ഫ്രാക്ഷൻ്റെത് 10 തന്നെയാണ് ഡിനോമിനേറ്റർ, അതുകൊണ്ട് അതിന്റെ ന്യൂമറേറ്ററിൽ ചേഞ്ച് ഒന്നും വരുത്തണ്ട. സോ ഫസ്റ്റ് ന്യൂമറേറ്റർ ഈസ് 5 മൈനസ് രണ്ടാമത്തേത് ഡിനോമിനേറ്റർ 5 ആണ് വരുന്നത്. ആ 5നെ നമ്മൾ 10ലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻറ്റു 2 ചെയ്യണം അല്ലേ? 5 × 2 ആണ് 10. അപ്പൊ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര വരും? 2 × 2 2 × 2. അപ്പൊ എത്ര ന്യൂമറേറ്റർ വരിക? 5 മൈനസ് 4/10 ഈക്വൽ ടു 1/10. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാ? 1/10. ചെയ്തത് മനസ്സിലായോ? അഡീഷൻ ചെയ്തതുപോലെ തന്നെ ആദ്യം ഇതിന്റെ LCM കണ്ടുപിടിക്കുക, എന്നിട്ട് കൺവേർട്ട് ചെയ്യുക, ഈക്വൽ ഡിനോമിനേറ്റേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഇൻഡിജേഴ്സ് പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വലിയ നമ്പറും ചെറിയ നമ്പറും നോക്കേണ്ട ആവശ്യമില്ല. നോർമലി നമ്മൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറാണ് മൈനസ് ചെയ്യുന്നത്. നിങ്ങൾ ഇൻഡിജേഴ്സ് പഠിച്ചില്ലേ? നെഗറ്റീവ് നമ്പേഴ്സും പഠിച്ചില്ലേ? അതുകൊണ്ട് നമ്പേഴ്സ് എങ്ങനെ വന്നാലും ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, 10 - 15 ആണെങ്കിലും 8 - 16 ആണെങ്കിലും മൈനസ് ആയിട്ട് ആൻസർ എഴുതിയാൽ മതി. ഓക്കെ,
അപ്പോൾ സബ്ട്രാക്ഷൻ മനസ്സിലായല്ലോ. പേജ് നമ്പർ 28 എടുത്തേ. പേജ് നമ്പർ 28. അതിനകത്ത് സബ്ട്രാക്ഷൻ ഓഫ് ഫ്രാക്ഷൻസ് വിത്ത് അൺഈക്വൽ ഡിനോമിനേറ്റേഴ്സ് എന്നുള്ള ഹെഡിങ് ഉണ്ടോ? കണ്ടില്ലേ? അതിൽ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ഒന്ന് നോക്കിയാ എക്സാമ്പിൾസ് ഒന്ന് നോക്കിയേ. ആദ്യത്തെ എക്സാമ്പിൾ 9. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 9/11 ആൻഡ് 4/15. അതിപ്പോ ഞാൻ പറഞ്ഞു തന്നതുപോലെ തന്നെ അതിന്റെ LCM കണ്ടുപിടിക്കാം, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യാം. ഒന്ന് ജസ്റ്റ് നോക്കിയ എക്സാമ്പിൾ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ പറഞ്ഞു തന്നതുപോലെ തന്നെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് എക്സാമ്പിൾ 10. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 4 3/10 ആൻഡ് 1 2/15. 4 3/10 ആൻഡ് 1 2/15. രണ്ട് മിക്സഡ് ഫ്രാക്ഷനാ തന്നിരിക്കുന്നത് അല്ലേ? അതിപ്പോ എങ്ങനെ ചെയ്യാം? രണ്ട് മിക്സഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ എങ്ങനെ ചെയ്യാം ആഷിക്കെ? മിക്സഡ് ഫ്രാക്ഷനിലാ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നെങ്കിൽ എങ്ങനെ അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക? ആദ്യം നമ്മൾ എന്താ ചെയ്യണ്ടേ? എങ്ങനെയാ ഷോൺ? 4 into 10 plus 3. 4 into 10 plus 3. അതായത് മിക്സഡ് ഫ്രാക്ഷൻ എന്ത് ചെയ്യണം? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ? അപ്പൊ എന്ത് കിട്ടും? 4 into 10 plus 3 ചെയ്താല് 43/10. 43. Next 1 2/15. 1 into 50. 1 into 50 plus 2. plus 2. 17/15. 50. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായിട്ട് മാറി? 43/10 minus 17/50. ഇനി എന്ത് ചെയ്യണം? LCM കണ്ടുപിടിക്കണം. LCM കണ്ടുപിടിക്കണമെങ്കിൽ 10ന്റെയും 15ന്റെയും LCM 30. 30ലേക്ക് രണ്ട് ഡിനോമിനേറ്റേഴ്സിനെയും കൺവേർട്ട് ചെയ്യാം. അപ്പൊ 10നെ 30ലേക്ക് കൺവേർട്ട് ചെയ്യാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? 43നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 43 into 3 മൈനസ് 15നെ നമ്മൾ 30ലേക്ക് കൺവേർട്ട് ചെയ്യാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന്റെ ന്യൂമറേറ്റർ 17 into 2. 43 into 3 minus 17 into 2 divided by 30. എത്ര വരും? 129 minus 34/30. That is equal to 95/30. 95/30നെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. രണ്ടിനെയും 3 കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ചെയ്താൽ വേണ്ട, രണ്ടിലും 5 പോകും അല്ലെ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 19/6 എന്ന് കിട്ടും. അതിനെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ മിക്സഡ് ഫ്രാക്ഷൻ ആയതുകൊണ്ട് ആൻസറും മിക്സഡ് ഫ്രാക്ഷനിൽ തന്നെ എഴുതാം. 19/6നെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 19നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 കിട്ടും. അപ്പൊ 3 1/6 ആൻസർ കിട്ടും. കിട്ടിയ ആൻസർ 3 1/6നെ നമ്മൾ കൺവേർട്ട് ചെയ്താൽ 19/6 കിട്ടുന്നുണ്ടോ നോക്കാം. 3 into 6 18. 18 plus 1 19. 19/6. Yes. അപ്പൊ 3 1/6 വന്നില്ലേ? അത് 19 divided by 6 ചെയ്തപ്പോ ആൻസർ 3 റിമൈൻഡർ 1 ആണോ വന്നേ? ആൻസർ 3 റിമൈൻഡർ 1. കിട്ടുന്ന ആൻസർ ഹോൾ നമ്പർ ആയിട്ടും റിമൈൻഡർ കിട്ടുന്നത് ന്യൂമറേറ്റർ ആയിട്ടും എഴുതാം. നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമ്പറിനെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതും.
ഒന്നും കൂടി ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. 19/6 അല്ലേ? അപ്പൊ 19 ഡിവൈഡഡ് ബൈ 6. 3 into 6 18 ബൈ, അപ്പോ സബ്ട്രാക്ട് ചെയ്താൽ 19 മൈനസ് 18 1 കിട്ടും. അപ്പൊ റിമൈനിങ് 1 അല്ലേ? ഇതിലെ ഈ 3 ആണ് നമ്മൾ ഹോൾ നമ്പർ ആയിട്ട് എഴുതുന്നത്. ആൻസറിലെ ഹോൾ നമ്പർ 3. ഈ റിമൈനിങ് ന്യൂമറേറ്റർ ആയിട്ട് എഴുതും. ഡിവൈഡ് ചെയ്യുന്ന നമ്പറിനെ ഡിനോമിനേറ്റർ ആയിട്ടും എഴുതും. സോ 1/6 is the answer. Okay? നെക്സ്റ്റ് 2 ക്വസ്റ്റ്യനും അഡീഷനും സബ്ട്രാക്ഷനും ഒന്നിച്ചു വരുന്നതാണ്. എക്സാമ്പിൾ 11ഉം എക്സാമ്പിൾ 12ഉം. അതിൽ 12 ഞാൻ പറഞ്ഞുതരാം. 11 നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. Example 12, simplify 2 5/12 minus 3/4 plus 1 7/8. നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അതിൽ മിക്സഡ് ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു കൺവേർട്ട് ദാറ്റ് മിക്സഡ് ഫ്രാക്ഷൻ ഇൻടു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഓക്കെ? എന്നാൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റൂ. മിക്സഡ് ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. സോ ഫസ്റ്റ് വി ഹാവ് ടു കൺവേർട്ട് മിക്സഡ് ഫ്രാക്ഷൻ ഇൻടു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിലെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റാം. അതൊന്ന് ചെയ്തു തരാം കേട്ടോ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? 2 5/15. 2 5/12 minus 3/4 plus 1 7/8. 1 7/8. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. 2 5/12 എന്ന് പറയുമ്പോൾ 2 into 12 24. 24 plus 5 29. 29/12 minus 3/4 മാറ്റേണ്ട ആവശ്യമില്ല. 3/4 plus 1 7/8 എന്ന് പറയുമ്പോൾ 1 into 8 8 8 plus 7 15 15/8. അപ്പൊ 3 ഫ്രാക്ഷൻസ് നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ LCM കണ്ടുപിടിക്കണം. LCM എത്രയായിരിക്കും? 12ന്റെയും 4ന്റെയും 8ന്റെയും LCM it is 24. 24 ആണ് ഇതിന്റെ LCM. അപ്പൊ നമ്മൾ 24 കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതി. ഇനി എന്ത് ചെയ്യാ? ന്യൂമറേറ്റേഴ്സിനൊക്കെ ചേഞ്ച് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ സബ്ട്രാക്ഷനും അഡീഷനും ചെയ്യാം. ന്യൂമറേറ്റേഴ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് 12നെ നമ്മൾ 24 ആക്കാൻ വേണ്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ 29നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 29 into 2 മൈനസ്, ഇനി 4നെ 24 ആക്കണമെങ്കിൽ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അപ്പൊ 3നെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 6 പ്ലസ് 8നെ 24 ആക്കാൻ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 15നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 15 into 3 equal to 29 into 2 എത്രയാ? 58. 58 minus 3 into 6 18 plus 15 into 3 45 by 24 denominator. ഇനി മേലത്തെ ഓപ്പറേഷൻസ് അതേപോലെ ചെയ്യാം. 15 minus 18 40.
40 plus 45, 85. 85 by 24. 85 by 24. ഇനി എന്ത് ചെയ്യണം? ഇതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണല്ലേ. പ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കിട്ടുന്ന ആൻസർ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ യു ഷുഡ് കൺവേർട്ട് ദാറ്റ് ഇൻടു മിക്സഡ് ഫ്രാക്ഷൻ. ഓക്കെ, അപ്പൊ ഇതിനെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 85 divided by 24. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 48 കിട്ടും. നമുക്ക് ഒന്നും കൂടി ചെയ്യാൻ പറ്റും. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 into 4 12, 1, 3 into 2 72 എന്ന് കിട്ടും. മൈനസ് ചെയ്താൽ 3, 1, 13 റിമൈനിങ്. അപ്പൊ എത്ര ആൻസർ? 3. കിട്ടുന്ന ആൻസറിനെ ഹോൾ നമ്പർ ആയിട്ടും റിമൈൻഡറിനെ ന്യൂമറേറ്റർ ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നതിനെ ഡിനോമിനേറ്റർ ആയിട്ടും എഴുതാം. സോ ദ ആൻസർ ഈസ് 3, 13 by 24. മനസ്സിലായോ? ഇതേപോലെ തന്നെയാണ് 11th ക്വസ്റ്റ്യനും. സിംപ്ലിഫൈ 2 by 3 plus 1 by 6 minus 2 by 9. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റിൽ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് വെച്ചോ. പേജ് നമ്പർ 30. പേജ് നമ്പർ 30 7th one. പേജ് നമ്പർ 30 7th one. അതിൽ 4 എണ്ണം ഉണ്ട്. ഇപ്പൊ ചെയ്തതുപോലെ തന്നെ മിക്സഡ് ഫ്രാക്ഷനെ ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ആ 4 എണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അപ്പൊ ഹോംവർക്കിന്റെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇന്ന് 1 മണിക്ക് മുന്നേ തന്നെ നിങ്ങളുടെ 3 ആഷിക്കടക്കം 4 പേരുടെ ഹോംവർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടാവണം. എന്താ ഫെയ്ത്ത്? ഓക്കെ അല്ലേ? ഇപ്പൊ തന്നെ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഹോംവർക്ക് ചെയ്യുക. ഇന്ന് പഠിപ്പിച്ച എന്തൊക്കെയാണെന്ന് നോക്കുക, ഹോംവർക്ക് ചെയ്യാം. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ വേർഡ് പ്രോബ്ലംസ് വരുന്ന സബ്ട്രാക്ഷന്റെ വേർഡ് പ്രോബ്ലംസ് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമുണ്ടോ? തന്നിരിക്കുന്ന സോൾവ്ഡ് പ്രോബ്ലംസിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമുണ്ടോ? ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ 13. A picture is 9 3 by 4 centimeter wide. To fit in the frame, the picture cannot be more than 9 3 by 8 centimeter wide. How much should the picture be trimmed? ഒരു പിക്ചറിന് 9 3 by 4 centimeter wide വീതിയുണ്ട്. അത് നമ്മൾ ഫ്രെയിം ചെയ്യണമെങ്കിൽ, ഫ്രെയിമില് പിക്ചർ ഫിറ്റ് ആക്കി വെക്കണമെങ്കിൽ പിക്ചറിന് എത്രയിൽ കൂടാൻ പാടില്ല? വിട്ട് 9 3 by 8 കൂടാൻ പാടില്ല. 9 3 by 8 സെന്റിമീറ്റർ വൈഡിൽ കൂടാൻ പാടില്ല. ഇതിൽ വെക്കണമെങ്കിൽ, ഏതിൽ വെക്കണമെങ്കിൽ? ഫ്രെയിമിൽ വെക്കണമെങ്കിൽ. ഹൗ മച്ച് ഷുഡ് ദ പിക്ചർ ബി ട്രിംഡ്? അങ്ങനെയാണെങ്കിൽ ആ ഒറിജിനൽ പിക്ചർ എത്ര നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും? അതായത് നമ്മളിപ്പോ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യുമ്പോൾ ആ ഫ്രെയിമിനനുസരിച്ച് നമ്മൾ ഫോട്ടോ കട്ട് ചെയ്യില്ലേ? അപ്പൊ ഫ്രെയിമിന്റെ വിട്ടിനനുസരിച്ച് വേണം ഫോട്ടോയുടെ വിട്ടും വരാൻ. അപ്പൊ നമ്മൾ എത്രയായിരിക്കണം ഇത് കട്ട് ചെയ്യേണ്ടത്? അതിന്റെ ഒറിജിനൽ വിട്ട് എന്ന് പറയുന്നത് 9 3 by 4 ആണ്. ഫ്രെയിമിന്റെ വിട്ട് എന്ന് പറയുന്നത് 9 3 by 8 ആണ്. അപ്പൊ എങ്ങനെയാ അത് കണ്ടുപിടിക്കാം? എത്രയാ കട്ട് ചെയ്യേണ്ടതെന്ന്? അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഒരു പിക്ചറിന്
25 സെന്റിമീറ്റർ വിഡ്ത്ത് ഉണ്ട്. അത് വെക്കേണ്ട ഫ്രെയിമിന് 20 സെന്റിമീറ്റർ മാത്രമേ വിഡ്ത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മ അതിൽ എത്ര കട്ട് ചെയ്ത് കളയേണ്ടി വരും? എത്ര കട്ട് ചെയ്ത് കളയേണ്ടി വരും? പിക്ചറിന് 25 സെന്റിമീറ്റർ വിഡ്ത്ത് ഉണ്ട്, ഫ്രെയിമിന് 20 സെന്റിമീറ്ററേ വിഡ്ത്തുള്ളൂ. അപ്പൊ ആ ഫ്രെയിമിൽ ആ പിക്ചർ വെക്കണമെങ്കിൽ എത്ര സെന്റിമീറ്റർ നമ്മൾ കട്ട് ചെയ്യണം? എത്ര സെന്റിമീറ്റർ കട്ട് ചെയ്യണം? കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? ഇപ്പൊ ഷോണിന്റെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. ഷോണിന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ കൊടുക്കുമ്പോൾ ഷോണിന്റെ ഫോട്ടോയ്ക്ക് 25 സെന്റിമീറ്റർ 25 സെന്റിമീറ്റർ വിഡ്ത്ത് ഉണ്ട്. ഷോൺ വാങ്ങി കൊടുക്കുന്ന ഫ്രെയിം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഫ്രെയിം ഇല്ലേ, ഒരു ഫ്രെയിം ഉണ്ടാവില്ലേ, ആ ഫ്രെയിമിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 20 സെന്റിമീറ്റർ മാത്രമേ ഉള്ളൂ. ഫോട്ടോയ്ക്ക് 25 സെന്റിമീറ്റർ ഉണ്ട്, ഫ്രെയിമിന് 20 സെന്റിമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോ ആ ഫ്രെയിം ചെയ്യാൻ വേണ്ടി ഫ്രെയിമിൽ ആ ഫോട്ടോ വെക്കാൻ വേണ്ടി എത്ര സെന്റിമീറ്റർ നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും? 25 മൈനസ് 20 5 സെന്റിമീറ്റേഴ്സ് കട്ട് ചെയ്യണം അല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. പിക്ചറിന്റെ ഒറിജിനൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 9/3/4 ആണ്. ആ ഫ്രെയിമിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 9/3/8 ആണ്. ഇത് നിങ്ങൾക്ക് ഫ്രാക്ഷൻസിൽ തന്നുകൊണ്ടാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഈ ഒരു എക്സാമ്പിൾ ഓർമ്മിച്ചാൽ മതി. അപ്പം പിക്ചറിന്റെ വിഡ്ത്തിൽ നിന്ന് ഫ്രെയിമിന്റെ വിഡ്ത്ത് മൈനസ് ചെയ്താൽ മതി. അതാണ് അവിടെ സോൾവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആക്ച്വൽ വിഡ്ത്ത് ഓഫ് ദി പിക്ചർ 9/3/4. നെക്സ്റ്റ് പേജിൽ നോക്കിയ പേജ് നമ്പർ 29. Actual width of the picture 9/3/4 equal to 39/4. അതിനെ കൺവേർട്ട് ചെയ്തു. റിക്വയർഡ് വിഡ്ത്ത് ഓഫ് ദി പിക്ചർ, അതായത് ഫ്രെയിമിന്റെ വിഡ്ത്ത്, ദാറ്റ് ഈസ് ഈക്വൽ ടു 9/3/8 സെന്റിമീറ്റർ ഈക്വൽ ടു 75/8 സെന്റിമീറ്റർ. ഇപ്പൊ രണ്ട് വിഡ്ത്ത് നമുക്ക് കിട്ടി. വിഡ്ത്ത് ഓഫ് ദി പിക്ചർ ടു ബി ട്രിംഡ്, എത്ര നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും? Actual width of the picture minus required width of the picture. 39/4 minus 75/8. സാധാരണ നമ്മൾ മൈനസ് ചെയ്യുന്നത് പോലെ സബ്ട്രാക്ട് ചെയ്യുക. LCM കണ്ടുപിടിക്കുക. LCM ഇവിടെ 8 ആണ്. LCM കണ്ടുപിടിക്കുക, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക. ചെയ്യുമ്പോൾ 78 minus 75 divided by 8 എന്ന് കിട്ടും. That is equal to 3/8. അതായത് ഒറിജിനൽ പിക്ചറിന്റെ 3/8 സെന്റിമീറ്റർ നമ്മൾ ട്രിം ചെയ്യേണ്ടി വരും, നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ 14. A completed a job in 3/5 hour where B completed the same job in 7/10 hour. Who worked longer? By what fraction was it longer? ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? ഒരു ജോബ്, ഒരു വർക്ക് രണ്ട് പേരോടായിട്ട് ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ നിങ്ങളോട് രണ്ടുപേരോട് ഞാൻ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറയുന്നു. ഒരാള് 3/5 hours കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. 3/5 hours എടുത്തിട്ട് ആ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ ആള് എന്തെടുത്തു? എത്ര ടൈം എടുത്തു? 7/10 hours എടുത്തു. അതായത് ഒരു അവറിന്റെ 7/10 പാർട്ട് ആ ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? ഹൂ വർക്ക്ഡ് ലോങ്ങർ? ആരാണ് കൂടുതൽ സമയം വർക്ക് ചെയ്തത്? രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെ. ഒരേ ജോബ് രണ്ട് പേര് ചെയ്യുന്നു, രണ്ട് പേര് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ടൈം കൊണ്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതില് നമുക്ക് കണ്ടുപിടിക്കേണ്ട രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ,
ഹൂ വർക്ക്ഡ് ലോങ്ങർ? ആരാണ് കൂടുതൽ സമയം ജോലി ചെയ്തത്? ആരാണ് കൂടുതൽ ടൈം എടുത്തത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബൈ വാട്ട് ഫ്രാക്ഷൻ വാസ് ഇറ്റ് ലോങ്ങർ? എത്ര സമയം കൂടുതൽ എടുത്തു? അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഹൂ വർക്ക്ഡ് ലോങ്ങർ? ആരാണ് കൂടുതൽ സമയം വർക്ക് ചെയ്തത്? അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? രണ്ട് ടൈമും തമ്മിൽ കമ്പയർ ചെയ്യണം, അല്ലേ? ഇപ്പൊ നിങ്ങൾക്കൊരു ജോലി തന്നു, അതായത് നിങ്ങളുടെ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളോടും നിങ്ങളുടെ അനിയനോടോ അനിയത്തിയോടോ അച്ഛനോ അമ്മയും പറയുന്നു നിങ്ങളുടെ റൂം ക്ലീൻ ചെയ്യാൻ പറയുന്നു. ഒരു പെർട്ടിക്കുലർ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടുപേരുടെ റൂം രണ്ടുപേരും വൃത്തിയാക്കുന്നു. രണ്ടുപേർക്ക് ഓരോ റൂം ഉണ്ടെന്ന് വിചാരിച്ചോ, രണ്ടുപേരും വൃത്തിയാക്കുന്നു. അപ്പോ ഷോൺ ഒരു 3/4 മണിക്കൂർ കൊണ്ട് 45 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു, റൂം വൃത്തിയാക്കി കഴിഞ്ഞു. ഷെഫി വൃത്തിയാക്കി കഴിയുകയാണെങ്കിൽ 50 മിനിറ്റ് എടുത്തു. ഷോൺ 45 മിനിറ്റ്സ് എടുത്തു, ഷെഫി 50 മിനിറ്റ് എടുത്തു. ഓക്കെ, അപ്പൊ കൂടുതൽ സമയം വൃത്തിയാക്കാൻ വേണ്ടി ടൈം എടുത്തത് ആരാ? ഷെഫിയാണ് അല്ലെ, 50 മിനിറ്റ്സ്. ഷോൺ 45 മിനിറ്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഷെഫി 50 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ കൂടുതൽ സമയം എടുത്തത് ഷെഫിയാണ്. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചേ? രണ്ട് ടൈമും കൂടി കമ്പയർ ചെയ്തു, 45 15 കമ്പയർ ചെയ്തു, 50 ആണ് വലുത്. അപ്പൊ വലിയ ടൈം വരുന്ന ആളാണ് കൂടുതൽ സമയം വർക്ക് ചെയ്തത്. കൂടുതൽ ടൈം വർക്ക് ചെയ്തത് വലിയ സമയം വരുന്ന ആള്. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? ബൈ വാട്ട് ഫ്രാക്ഷൻ വാസ് ഇറ്റ് ലോങ്ങർ? എത്ര സമയം കൂടുതൽ ജോലി ചെയ്തു? ഷെഫി 50 മിനിറ്റ്സ് ജോലി ചെയ്തു, ഷോൺ 45 മിനിറ്റ്സ് ജോലി ചെയ്തു. എത്ര സമയം കൂടുതൽ ചെയ്തു എന്ന് പറയണമെങ്കിൽ 50 മൈനസ് 45, 5 മിനിറ്റ്സ് ഷെഫി കൂടുതൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത്. A completed a job in 3/5 hours, where B completed the same job in 7/10 hours. Who worked longer? ആരാണ് കൂടുതൽ സമയം ജോലി ചെയ്തത്? By what fraction was it longer? എത്ര സമയം കൂടുതൽ ജോലി ചെയ്തു? കൂടുതൽ ജോലി ചെയ്തവരെ കണ്ടുപിടിക്കണമെങ്കിൽ അത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാം. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടേ? A by B ആണോ C by D ആണോ വലുതെന്ന് കമ്പയർ ചെയ്യാൻ A into D, B into C ചെയ്യാം. എന്നിട്ട് എന്ത് വേണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ഏത് പ്രൊഡക്റ്റ് ആണോ വലുത് വരുന്നത് അതിൽ ഏത് ന്യൂമറേറ്റർ ആണോ വലുത് ആ ഫ്രാക്ഷൻ ആയിരിക്കും വലിയത്. കമ്പാരിസൺ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ 3 into 10 30 വരുന്നുണ്ട്, 5 into 7 35 വരുന്നുണ്ട്. അപ്പൊ 7/10 ആണ് 3/5 വലുത്. അപ്പൊ ബി ആണ് കൂടുതൽ സമയം ജോലി ചെയ്തത്. 7/10 ആണ് വലിയ ഫ്രാക്ഷൻ, അതായത് ബി കംപ്ലീറ്റ് ചെയ്ത ടൈം ആണ് വലുത്. അപ്പൊ ബി ആണ് കൂടുതൽ സമയം വർക്ക് ചെയ്തത്. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? എത്ര കൂടുതൽ ടൈം എടുത്തു? അതിനെന്ത് ചെയ്യണം? അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. 7/10 മൈനസ് 3/5. LCM 10 ആണ്. അപ്പൊ 7 into 1 minus 3 into 2, that is equal to 7 minus 6 by 10 equal to 1/10. അപ്പൊ ബി എനേക്കാളും 1/10 അവർ കൂടുതൽ വർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് രണ്ടെണ്ണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഹോംവർക്ക് ഇപ്പൊ തന്നെ ചെയ്യാം, കേട്ടല്ലോ? ഹോംവർക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇപ്പൊ തന്നെ സബ്ട്രാക്ഷൻ പഠിച്ചു വെക്കുക. ഈ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് ഹോംവർക്കും ചെയ്യുക. ഇപ്പൊ തന്നെ ഹോംവർക്കിന്റെ ആൻസറും അയച്ചു തരാം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.